أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هذه سبيلي أدعو إلى الله على بصيرة أنا ومن اتبعني وسبحان الله وما أنا من المشركين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون. സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി ഉപദേശിക്കുകയാണ്. സൂറത്ത് യൂനുസിലെ ഖുർആനിലെ 10-ാം അധ്യായം 62-63 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ആരാണ് എന്നതിന് കൃത്യമായി പടച്ച തമ്പുരാൻ നമുക്ക് വിവരിച്ചു തരുന്ന വചനങ്ങളാണ് അവ. എന്താണ് അള്ളാഹു പറയുന്നത്? അറിയുക, തീർച്ചയായും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അഥവാ മിത്രങ്ങൾ അവർക്ക് ഭയപ്പെടേണ്ടി വരികയില്ല, ദുഃഖിക്കേണ്ടി വരികയും ചെയ്യില്ല. ആരാണ് ഔലിയാക്കൾ? അല്ലദീന ആമനു വകാനു യത്തഖൂൻ. സത്യവിശ്വാസം കൈക്കൊള്ളുകയും ദോഷബാധയെ സൂക്ഷിക്കുന്നവർ അഥവാ തഖ്വയുള്ളവരുമായിരിക്കും അവർ. ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും, ഈമാനിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തുകയും അള്ളാഹും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് വെടിയുകയും ചെയ്യുന്നവരാണ്. ആ നിലക്ക് രഹസ്യത്തിലും പരസ്യത്തിലും പടച്ച തമ്പുരാനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ സംശുദ്ധമാക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്നാണ് ഈ ആയത്തിലൂടെ കൃത്യമായി പടച്ച തമ്പുരാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. തഫ്സീറുകളും അതേപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു യാഥാർത്ഥ്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഔലിയ എന്ന പദം കേൾക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ മനസ്സുകളിൽ ഓടി വരുന്നത് ഒരു പച്ച തലയെക്കെട്ട് അല്ലെങ്കിൽ വലിയൊരു തലയെക്കെട്ട്, നീളൻ കുപ്പായം, ജടകുത്തിയ താടി, അതേപോലെ തന്നെ വെട്ടി ഒതുക്കാത്ത മീശ, എന്നിട്ട് നമസ്കാര സമയത്ത് അവരെ പള്ളികളിൽ കാണുകയില്ല. പരിശുദ്ധ റമദാനിൻ്റെ പകലിൽ പരസ്യമായി പടച്ച തമ്പുരാൻ്റെ ശറഈ നിയമങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ട് പരസ്യമായി തിന്നുകയും കുടിക്കുകയും ചെയ്ത് അതുമിതും പറഞ്ഞുകൊണ്ട് വിഭ്രാന്തി, അതും പറഞ്ഞുകൊണ്ട് അരപ്രാന്തന്മാരായി നടക്കുന്ന ഒരു ആളുടെ രൂപമാണ് ഔലിയ എന്ന് പറയുമ്പോൾ, വലിയ എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ആളുകളുടെ ചിന്തയിൽ വരുന്നത്. സത്യത്തിൽ സഹോദരന്മാരെ, ഇത്തരം ആളുകൾ ഒന്നുകിൽ അവർക്ക് ഭ്രാന്തായിരിക്കും, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള മറ്റെന്തെങ്കിലും വിഭ്രാന്തപരമായിട്ടുള്ള രോഗങ്ങളായിരിക്കും. അല്ല, ഒരു പൂർണ്ണ മുസ്ലിം ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ ഇത്തരം കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ സത്യത്തിൽ അവൻ അള്ളാഹുവിൻ്റെ വലിയല്ല, മറിച്ച് ഷൈത്താൻ്റെ വലിയാണവൻ. കാരണം എന്തുകൊണ്ടാണ്? അള്ളാഹുവിൻ്റെ മിത്രം, വലിയ എന്ന് പറഞ്ഞാൽ മിത്രം, അള്ളാഹുവിൻ്റെ മിത്രം എന്ന് പറഞ്ഞാൽ ഈമാനും തഖ്വയുമുള്ള ആളുകളാണ്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു മുതൽ മുഴുവൻ സഹാബികളും
എല്ലാ കാലഘട്ടത്തും വിശ്വാസികളായിട്ടുള്ള ആളുകളൊക്കെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ്. ഒന്നുകിൽ അവരുടെ വിലായത്തിന് അല്ലെങ്കിൽ പദവിക്ക് വ്യത്യാസം ഉണ്ടാവും. ചിലർ മുസ്ലിമാകാം, ചിലർ മുഅ്മിനാകാം, ചിലർ മുഹ്സിനാകാം. ഇഹ്സാൻ എന്ന പദവിയെത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുമായിട്ടുള്ള ബന്ധം കൂടുതൽ സുദൃഢമാക്കിയവരാണ്. പക്ഷേ നമ്മുടെ മുമ്പിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഒന്നുകിൽ ഇസ്ലാമിക കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തി ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കഴിവിൻ്റെ പരമാവധി പടച്ച തമ്പുരാൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ ഔലിയാവുക, അള്ളാഹുവിൻ്റെ വലിയകളിൽ ഉൾപ്പെടുക. അതാണ് ഒരു മാർഗം. അല്ല എങ്കിൽ ഇസ്ലാമിക അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്താതെ വൃത്തിയും വെടുപ്പും വസ്ത്രവും അതേപോലത്തുള്ള മറ്റു കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാതെ താടിയും അതേപോലെ തന്നെ തലയും മീശയും ഒക്കെ വെട്ടി ഒതുക്കി ശരിയായ നിലക്ക് സുന്നത്തിനനുസരിച്ച് ക്രമപ്പെടുത്താതെ നമസ്കാരം കൃത്യമായി നിർവഹിക്കാതെ പരസ്യമായിട്ട് റമദാനിൻ്റെ നാളുകളിൽ നോമ്പ് കൊടുക്കുന്ന ജമാഅത്തുകളിൽ നിന്ന് പങ്കെടുക്കാത്ത ആളുകളുണ്ടല്ലോ, അവർ സത്യത്തിൽ ശൈത്താൻ്റെ വലിയകളാണ്, അല്ലാതെ ഒരിക്കലും അള്ളാഹുവിൻ്റെ വലിയകളല്ല എന്നുള്ള കാര്യമാണ് പടച്ച തമ്പുരാൻ ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, ആരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് മനസ്സിലാക്കി അതേപോലെ ആകാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.